ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ അതിന് കുറച്ചധികം കാരണങ്ങളുണ്ട്. 2024 ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ 3 ചാനലും മോണിറ്റൈസേഷനായി. 3 ചാനലിൽ നിന്നും വരുമാനം കിട്ടി തുടങ്ങിയത്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ അറിയാം. ഈ ഒക്ടോബറിന് ശേഷമാണ് ഞാൻ വീഡിയോസ് കുറച്ച് കൊണ്ടുവന്നത്. വീഡിയോസ് ഇടൽ കുറവാണ്. ലൈവായിട്ടുള്ള വീഡിയോസൊക്കെ ഇടൽ കുറവാണ്. സാധാരണ ചാനൽ മോണിറ്റൈസേഷനായി 3 ചാനൽ മോണിറ്റൈസേഷനായി അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ എല്ലാവരും വീഡിയോസ് അധികം ഇടാണ് ചെയ്യുക. കാരണം ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂടും, നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് ഒക്ടോബറിൽ എന്താ സംഭവിച്ചെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിട്ടിരുന്നത്. കാരണം ഞാനും എൻ്റെ അനിയത്തിയാണുള്ളത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. പിന്നെ അമ്മ ഒരു പാവമാണ്. ആളിങ്ങനെ പുറത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരുപാട് ജോലി അങ്ങനെ ചെയ്യാൻ അപ്പനങ്ങനെ പുറത്തേക്കൊന്നും അമ്മേനെ വിടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. ഇത്ര നാളും അപ്പൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒതുങ്ങി ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് വിൽക്കേണ്ടത് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ നേരം വൈകിയത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏട്ടന് ചെറിയ ബാധ്യതയൊക്കെ വന്നു. ഒരു കുറി ഉണ്ടായിരുന്നു ഏട്ടന്, ഓണക്കുറി. അപ്പോൾ അത് കിട്ടാത്തൊരവസ്ഥ വന്നു. നമുക്ക് പ്രതീക്ഷിച്ച പൈസ പെട്ടെന്ന് ഏട്ടന് കിട്ടാതെയായി. അത് കുറിക്ക് ചെറിയ പ്രശ്നമൊക്കെ വന്നു, നമുക്ക് കിട്ടില്ല ഇനി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊരു എമൗണ്ട്, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ ഒരു എമൗണ്ടാണ്, അത് നമുക്ക് കിട്ടില്ല എന്ന് പറയുമ്പം നമ്മളാകെ ഡൗൺ ആയിപ്പോയി. പിന്നെ ഏട്ടന് ചെറിയൊരു കൈക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി 1.5 മാസത്തോളം ഏട്ടൻ വർക്കിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാനും ഏട്ടനും, ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും 2 ഉണ്ണികളും ഇപ്പോൾ അമ്മയുടെയും അനിയത്തിയുടെയും കൂടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മ കുറച്ചൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. ഇങ്ങനെ ചാനലിൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്. ചാനലിൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ അമ്മ ഒന്നിനും ഒരു ഉത്സാഹമില്ല, ആകെ ഡൗണായി പോയൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഒരു 11 മാസമായി അമ്മ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അമ്മേനെ പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. നമുക്ക് റെഗുലറായിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ ഇടാം എന്ന് പറഞ്ഞ് അമ്മേനെ ഒന്ന് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു ഇൻകം കിട്ടാൻ വേണ്ടി മാത്രമല്ല, അമ്മ ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ. അമ്മയ്ക്കാണെങ്കിൽ വീഡിയോസ് എടുക്കാനും ഇടാനും പിന്നെ മറ്റവർ കാണുമ്പോൾ കമൻറ്റ് പറയുന്നത് കേൾക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അമ്മ ഒതുങ്ങി പോകാണ്ടിരിക്കാനാണ് ഞങ്ങൾ ഇതേപോലത്തെ നമ്മുടെ ഡെയിലി ഇടുന്ന പോലെ തന്നെ ജോബ് വേക്കൻസിയുടെ വീഡിയോ, അതേപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ജോബിൻ്റെ വീഡിയോസ്, നമുക്ക് ഇനി തൊട്ട് ജോബൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിക്കണം. കുറച്ച് നാളായിട്ട് നമ്മൾ സ്റ്റാഫിനെ എടുക്കണില്ല, വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. ഇനി ഓക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ വീഡിയോസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഇതേപോലെയുള്ള ഡേ മൈ ലൈഫ് വീഡിയോസൊക്കെ ഉണ്ടാവും. അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്, അമ്മയുടെ ഇതേപോലത്തെ ഡേ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയുകയാണ്, അമ്മയ്ക്ക് സന്തോഷമുള്ള വാക്കുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെയിലി ഇതേപോലത്തെ വീഡിയോസ് സൈഡായിട്ട് ഒരുപാട് ബോറടിപ്പിക്കാണ്ട് ചെറിയ രീതിയിൽ വീഡിയോസ് ഇട്ട് പോകാം. അപ്പോൾ അമ്മ ഒരു ആക്റ്റീവ് ആവും ചെയ്യും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുമ്പോൾ അമ്മയ്ക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ പുറത്തേക്ക് ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അമ്മേനെ. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.